പത്തനംതിട്ടയിൽ ദമ്പതികളടക്കമുള്ള സംഘത്തെ പോലീസ് മർദ്ദിച്ചത് ആളുമാറിയെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. ആളുമാറിയാൽ മർദ്ദിക്കാമോ എന്നത് മറ്റൊരു ചോദ്യം. പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലെ SI എസ് ജിനുവാണ് വിവാഹ സംഘത്തെ ആളുമാറി മർദ്ദിച്ചത്. ജനറൽ ആശുപത്രിയിലെത്തി DYSP S നന്ദകുമാർ പരിക്കേറ്റവരുടെ മൊഴി രേഖപ്പെടുത്തിയെന്ന് അറിയുന്നു. ഞാനന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയില്ല. എൻ്റെ രണ്ടാമത്തെ മോടെ കുഞ്ഞെൻ്റെ കയ്യിലുണ്ടായിരുന്നുകൊണ്ട് ബാക്കി എല്ലാവരും ഇറങ്ങി വെളിയിൽ നിന്നപ്പോഴത്തേക്കിനും അവിടുന്ന് ഒരു ചെറുക്കൻ വന്ന് പറഞ്ഞ് ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയവരെല്ലാം പോലീസുകാരടിക്കുന്നെന്ന് പറഞ്ഞു. അപ്പോഴത്തേനാണ് ഞങ്ങൾ വണ്ടി ഉണ്ടായിരുന്നവരെല്ലാം ഇറങ്ങി അങ്ങോട്ട് ചെന്നപ്പോഴത്തേനും ഇവർ 5-10 പേരുണ്ടായിരുന്നു. അവരെല്ലാവരെയും പോലീസുകാരടിച്ച്. യൂണിഫോം ഇല്ലാതെയാണ് വന്നത്. ഒരു വണ്ടി ആളുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഇളയ മരുമോൻ്റെ തല പൊട്ടി, ഇളയ മോടെ ഈ തോളിൽ പൊട്ടി. ഒരു കാരണമില്ലാതാണ് ഈ പിള്ളേരെ എല്ലാവരെയും അടിച്ചത്. SI ഉണ്ടായിരുന്നു, അവർ വേറെ പോലീസുകാരും ഉണ്ടായിരുന്നു. ഒരു വണ്ടി ആളുണ്ടായിരുന്നു അവർ പറഞ്ഞു. ഞങ്ങളിവിടെ വന്നിരിക്കുന്നു, ഒരു പ്രകോപനം കേട്ടാൽ ഒരു വണ്ടി പോലീസ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ അതിങ്ങനെ ലാത്തി എടുത്ത് അങ്ങ് അടിക്കാൻ തുടങ്ങി. അപ്പം ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്, എന്താണെന്ന് പോലും ഞങ്ങൾക്ക് സംസാരിക്കാനുള്ള ടൈം കിട്ടുന്നില്ല. എൻ്റെ വൈഫുണ്ട് കൂടെ. അപ്പം ഞാൻ പറഞ്ഞ് ലേഡീസ് ഉണ്ട് കൂടെ എന്ന് പറഞ്ഞിട്ട് പോലും അവരങ്ങ് തല്ലി. ഞങ്ങൾ ഓടിപ്പോയി അങ്ങ് വീണ്. ഞാനും അവിടെ കൂടെ വീണപ്പത്തെ ഇങ്ങനെ വീണടുത്ത് വെച്ച് അങ്ങ് അടിച്ചവരെ. എൻ്റെ തലക്കിലടിച്ച്, വൈഫിനെ കൈക്കിലടിച്ച്, അവളുടെ കൈ എൻ്റെ പൊട്ടലുണ്ട്, ഷോൾഡറിന് പൊട്ടലുണ്ട്. ഞങ്ങൾക്കിവിടെ സത്യം പറഞ്ഞാൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഞാൻ അറിയത്തില്ല. അവരെന്നിട്ട് അങ്ങ് പോയി. ഞങ്ങൾ എന്നാൽ അവിടെ അടി കൊണ്ട് കടങ്ങ് തല പൊട്ടി ചോര ഒഴിച്ചെന്ന് പറഞ്ഞാൽ അവർ മൈൻഡ് ചെയ്തില്ല ഞങ്ങളെ. അവരങ്ങ് പോവുകയും ചെയ്തു. എന്താ സംഭവിച്ചത് ഞങ്ങൾ അറിയത്തില്ല. ഞങ്ങൾ ഈ കേരളത്തിൽ ഇങ്ങനെ ഇതുപോലൊരു സാഹചര്യം ഞങ്ങൾ ഇതുവരെ ആദ്യമായിട്ട് ഞങ്ങൾക്ക് ഉണ്ടാവുക. എന്തായാലും ഇത് ഇവർ പറയുന്നത് സത്യമാണെങ്കിൽ ആളുമാറി മറ്റൊരു സംഘത്തെ അന്വേഷിച്ച് വന്നിട്ട് അടി ഇവർക്ക് കിട്ടിയതാണ്. കാര്യം ഇത്രയും മാരകമായി മുറിവേൽപ്പിക്കാൻ ഒരു SIയും സംഘവും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അയാളൊന്നും ഈ ഡിപ്പാർട്ട്മെൻറ്റ് പറ്റിയ ആളുകളെയല്ല. കർക്കശമായ നടപടി ഇപ്പോൾ തന്നെ എടുക്കണം. മാത്രമല്ല അയാളുടെ തലയിൽ നിന്ന് ഈ തൊപ്പി ഊരിക്കുക തന്നെ വേണം ഈ കേസ് അന്വേഷിച്ച് സത്യമാണെന്ന് അറിഞ്ഞാൽ. കാര്യം ഇവരൊക്കെ തൊപ്പി വെച്ചുകൊണ്ട് നടന്നാൽ സാധാരണ ജനങ്ങളുടെ ഉറക്കം നഷ്ടപ്പെട്ടു പോകും. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ശ്രീജിത്ത് ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് തത്സമയം ചേരുകയാണ്. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ആൾ മാറി അടിച്ചു എന്ന് പറയുമ്പോൾ ഈ പത്തനംതിട്ട SIക്ക് എന്തിൻ്റെ അസുഖമാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പറയൂ. SKN ആള് മാറി മർദ്ദിച്ചു എന്ന് തന്നെയാണ് പോലീസിൻ്റെ ഒരു റിപ്പോർട്ട് നിലവിലുള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലാണ്. ഇവിടെയാണ് ഈ കുടുംബം ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത്. അതിൽ സിത്താര, അവരും എരുമേലി സ്വദേശികളാണ്. സിത്താരയും ശ്രീജിത്തും അവരുടെ മകനുമൊക്കെയാണ് ആ സംഘത്തിലുള്ള, അമ്മയുമൊക്കെയാണ് ആ സംഘത്തിലുണ്ടായിരുന്നത്. സിത്താരയ്ക്കും ശ്രീജിത്തിനുമാണ് കാര്യമായ രീതിയിൽ പരിക്കേറ്റിരിക്കുന്നത്. ഭാര്യയ്ക്കും ഭർത്താവിനും തോളൽ പൊട്ടിയിട്ടുണ്ട് സിത്താരയുടെ. കൂടാതെ ശ്രീജിത്തിൻ്റെ തലയ്ക്കാണ്, നേരത്തെ നമ്മളെ പ്രതികരണത്തിൽ കണ്ട ശ്രീജിത്താണ്, അദ്ദേഹത്തിൻ്റെ തലയ്ക്കാണ്, MG യൂണിവേഴ്സിറ്റിയിൽ ഉദ്യോഗസ്ഥനാണെന്ന് മനസ്സിലാക്കുന്നു, അദ്ദേഹത്തിൻ്റെ തലയ്ക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. എന്തായാലും രണ്ടുപേരും ഇവിടെ ചികിത്സയിൽ കഴിയുന്നുണ്ട്. DYSP S നന്ദകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം, പ്രത്യേക സംഘം ഇവിടെ മൊഴിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. SI ഉണ്ട്, വനിതാ SI അടക്കമുള്ള ആളുകൾ ഇവിടെ ഇതിനകത്ത് ജനറൽ ആശുപത്രി അകത്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും പത്തനംതിട്ടയിലെ SI ജിനുവാണ് മർദ്ദിച്ചതെന്നാണ് ഇപ്പോൾ പോലീസിൻ്റെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. അത് പത്തനംതിട്ടയിലെ ഒരു ബാറിൽ, ഹെയ്ഡെയിൻ എന്ന് പറയുന്ന ഒരു ബാറിൽ ഇത്തരത്തിലൊരു ആക്രമണം നടക്കുന്നു. അവിടെ ചെറിയ പ്രശ്നങ്ങൾ നടക്കുന്നു. ആ പ്രശ്നങ്ങൾ നടക്കുന്നതിനിടയിൽ പോലീസിനെ വിവരം അറിയിക്കുന്നു. അവിടെ കൂടി നിന്നിരുന്ന ആളുകളെ പൂർണ്ണമായി പോലീസ് അടിക്കുകയാണ്. പക്ഷേ അതിൽ സ്ത്രീകളുണ്ടോ, അല്ലെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത്, ഇവരെല്ലാവരും തന്നെ അവിടെ പ്രശ്നം ഉണ്ടാക്കിയവരാണോ എന്നൊന്നും തന്നെ ചോദിച്ചില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. വന്ന പോലീസ് സംഘം യൂണിഫോം പോലും SI ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം നേരിൽ വന്ന് അടിക്കുകയായിരുന്നു എന്നാണ് പരാതി പറയുന്നത്. എന്തായാലും ഇതിൻ്റെ CCTV ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിക്കുന്നുണ്ട്, ഈ ബാറിലെ CCTV ദൃശ്യങ്ങൾ. നമ്മോടൊപ്പം ഇപ്പോൾ ഉള്ളത് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുജോടൻ. അവരൊരു വലിയ സമരമൊക്കെ ഇപ്പോൾ ആസൂത്രണം ചെയ്യുകയാണ്. എന്താണ് നിങ്ങൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്? അല്ല, ഞാൻ ചോദിച്ചത് നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഈ ആള് മാറി പോലീസ് മർദ്ദിക്കുന്ന ഇവിടെ നിരന്തരം കാഴ്ചയാണ്. ഇപ്പോൾ എല്ലാ ജനാധിപത്യ വിശ്വാസികളെ ആള് മാറി ഇദ്ദേഹം മർദ്ദിക്കുകയാണ്. അപ്പം ഞാൻ പറയുന്നത്, ഈ പറയുന്ന KSUക്കാരെ ആൾ മാറി മർദ്ദിക്കുന്നു, അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ്സുകാരെ ആൾ മാറി മർദ്ദിക്കുന്നു. ഇദ്ദേഹം ഭയങ്കര ജിമ്മിലുള്ള പോകുന്ന വ്യക്തിയാണെന്നാണ്. പക്ഷേ ഈ ജിമ്മിൻ്റെ കാര്യങ്ങളൊക്കെ സാധാരണപ്പെട്ട ജനങ്ങളുടെ മേളിലാണ് ഇദ്ദേഹം കാണിക്കുന്നത്. ഞാൻ ചോദിച്ചത്, ഇന്നലെ പറയുന്നത്, ഇപ്പോൾ നമുക്ക് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച്, നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് ഈ പോലീസുകാരിൽ തന്നെ ഏകദേശം 4-5 പേര് മദ്യപിച്ചിരുന്നുണ്ട്. ഇന്നലെ പെട്രോളിങ്ങിന് പോയ 4-5 പേര് മദ്യപിച്ചിരുന്നു. അപ്പോൾ നിരന്തരമായി ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാകുന്നു. ഈ DYFIയും SFIയും അവരുടെ കണക്കിന് അവർ നിരന്തരം ഉലാത്തുന്ന രീതിയിൽ അവർ വിടുന്നു. അവർ യാതൊരു വിധമായിട്ടുള്ള പ്രശ്നങ്ങളും അവർക്കെതിരെ ഉണ്ടാകുന്നില്ല. ബാക്കിയുള്ള ജനാധിപത്യ വിശ്വാസികളെ സമരം എത്ര മണിക്കാണ്? അപ്പോൾ 10:00 സമരം എടുക്കുകയാണ്. പക്ഷേ 10:00 സമരം എടുക്കുകയാണ് എന്നാണ് യൂത്ത് കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നത്. DCC പ്രസിഡന്റ് ഇങ്ങോട്ട് എത്തിച്ചേരും. ഇതിൽ നമ്മൾ CPIMകാരോട് സംസാരിക്കുമ്പോൾ അവർക്കും എതിർപ്പ് ഉണ്ട്. ഈ SIയെ കുറിച്ച് ചില പരാതികൾ അവർക്കുമുണ്ട്. അവരും വലിയ പ്രതിഷേധവുമായി രംഗത്ത് വരാനുള്ള സാധ്യതയുണ്ട്. DYFIക്കാരടക്കമുള്ള ആളുകൾ പ്രദേശത്തുണ്ടായിരുന്നു. എന്തായാലും ഈ കുടുംബം ഇപ്പോൾ ആശുപത്രി ചികിത്സയിലാണ്. മൊഴി രേഖപ്പെടുത്തി നടപടിയെടുക്കുക എന്നതാണ് തീരുമാനം. എന്തായാലും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. SKN പോലീസിന്റെ തലത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കേസടക്കമുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് കുടുംബം ചെയ്യുന്നത്. ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിയത്.